പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഭീകരവാദിയെന്ന് കണ്ടെത്തി ദേശീയ അന്വേഷണ ഏജൻസി. ആക്രമണത്തിന് നേതൃത്വം നൽകിയ ഭീകരൻ ഹാഷിം മൂസ പാക് പട്ടാളത്തിലെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡറായിരുന്നുവെന്നും NIA-യുടെ കണ്ടെത്തൽ. കശ്മീരിൽ പുറത്തുനിന്നുള്ളവർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ ആക്രമണം നടത്താനുള്ള ദൗത്യവുമായാണ് ലഷ്കർ-ഇ-തോയ്ബ ഹാഷിം മൂസയെ കശ്മീരിലേക്ക് അയച്ചത്. പാകിസ്ഥാൻ ഭീകരവാദി ഹാഷിം മൂസയുടെ പങ്കാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബ അംഗമായ ഹാഷിം മൂസ മുൻപ് പാകിസ്ഥാൻ ആർമിയുടെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് കമാൻഡറായിരുന്നു. ഇയാൾക്ക് പാക് പട്ടാളത്തിന്റെ പ്രത്യേക കമാൻഡോ പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. കാശ്മീരിന് പുറത്തുള്ളവർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നേരെ ആക്രമണം നടത്തുവാനുള്ള ദൗത്യമായാണ് ലഷ്കർ-ഇ-തോയ്ബ ഹാഷിം മൂസയെ കാശ്മീരിലേക്ക് അയച്ചത്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ഇയാളെ കാശ്മീർ ദൗത്യത്തിനായി ഭീകര സംഘടനയ്ക്ക് അനുവദിച്ചതാകാമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതോടെ പഹൽഗാം സംഭവത്തിൽ പാക് ചാര സംഘടനയായ ISIയുടെ പങ്കും കൂടുതൽ വ്യക്തമായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രാദേശിക സഹായം നൽകിയതിന് അറസ്റ്റിലായ 15 കാശ്മീരികളിൽ നിന്നാണ് ഇതു സംബന്ധിച്ച വിവരം ലഭിച്ചത്. കാശ്മീരിൽ നേരത്തെ നടന്ന പല ഭീകരാക്രമണങ്ങളിലും മൂസയ്ക്ക് പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. 2024 ഒക്ടോബറിൽ ഗന്ദർബാലിലെ ഗഗൻഗീറിൽ നടന്ന ഭീകരാക്രമണത്തിൽ 6 ഇതര സംസ്ഥാനക്കാരും ഒരു ഡോക്ടറും കൊല്ലപ്പെട്ടിരുന്നു. ബാരാമുള്ളയിലെ ബുട്ടപത്രിയിൽ 2 സൈനിക ഉദ്യോഗസ്ഥരുടെയും 2 ആർമി പോർട്ടർമാരുടെയും മരണത്തിന് കാരണമായ ഭീകരാക്രമണത്തിലും മൂസയ്ക്ക് ബന്ധമുണ്ട്. ഹാഷിം മൂസ 1 വർഷമായി കാശ്മീരിലുണ്ടെന്ന് നേരത്തെ NIA കണ്ടെത്തിയിരുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരിൽ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞവരിൽ ഒരാളാണ് ഹാഷിം മൂസ. ആസിഫ് ഫൗജി, ഹാഷിം മൂസ എന്ന സുലൈമാൻ ഷാ, അബൂ തൽഹ എന്നിവരുൾപ്പെട്ട 5 അംഗ സംഘമാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയത്. ജനം, ജമ്മു കാശ്മീർ.